ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 8 മാസം മുതലുള്ള കുഞ്ഞു വാവകൾ തൊട്ട് മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു റാഗിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ റാഗി കുതിർക്കാൻ ഇടുക, അല്ലെങ്കിൽ ഇതുപോലെ റാഗി പൗഡർ എടുക്കുക. അതിൽ കുറച്ച് ഗോതമ്പൊടിയുടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ എടുക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു തുടങ്ങാം. എന്നാൽ ആദ്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ റാഗി ആദ്യമായിട്ടൊന്ന് കൊടുത്തു നോക്കണം. കുഞ്ഞിന് വേറെ വയറിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഗോതമ്പ് സെപ്പറേറ്റ് കൊടുത്തു വെക്കുക. എന്നിട്ട് വേണം ഇത് രണ്ടും യോജിപ്പിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിന് വേണ്ടത് ഒരു മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു മുട്ട ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഈ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ച് പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ ചേർത്ത് കൊടുക്കുക. ഞാൻ മധുരം ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ എടുക്കുന്ന നല്ല പഴുത്ത പഴമാണ്. ഈ പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. നല്ലപോലെ പഴുത്ത പഴം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴമോ റോബസ്റ്റയോ ചെറുപഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. നല്ല മധുരം ഉണ്ടെങ്കിലാണ് കുഞ്ഞുങ്ങളെ നല്ല ഇൻട്രസ്റ്റോടുകൂടി കഴിക്കുക. നല്ല പഴുത്ത നല്ല മധുരമുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച് ആറിയ പശുവിൻ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പശുവിൻ പാൽ ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പം ദാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അരച്ചെടുത്ത് വന്നപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാല് ചേർത്ത് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ദാ കുറച്ചും കൂടെ പശുവിൻ പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. പശുവിൻ പാലും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ദോശമാവിൻ്റെയൊക്കെ പരുവത്തിന് വേണം നമുക്ക് ഈ മാവ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ ദാ ഒരു കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് മാവ് കോരി ഒഴിച്ച് ദോശയുടെ പരുവത്തിന് വേണം പരത്തി ചുട്ടെടുക്കാനായിട്ട്. ഓരോരോ കുട്ടി കുട്ടി ദോശയായിട്ട് ചുട്ടെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ലപോലെ ചുട്ടെടുക്കാം. നല്ലപോലെ മൊരിയിച്ചിട്ടെടുക്കണം. കുറച്ച് ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ ദോശയായിട്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വളരെ ഹെൽത്തിയാണ്. നമ്മുടെ റാഗി എത്രത്തോളം ഹെൽത്തി ആണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. റാഗി കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെയധികം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.